Dear students, welcome to the new class, Magnetism and Matter. Magnetism and Matter എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ നോൺ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ കൂടി അതിലുണ്ട്. ഒരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും മറ്റ് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ നോൺ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഒന്നുകൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ, മാഗ്നറ്റിക് ഡൈപോൾ എന്നുള്ള ടോപ്പിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്കില് ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു? ഒരു മാഗ്നറ്റിക് ഡൈപോളിന്റെ മുകളിൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കിട്ടുന്ന ടോർക്കിന്റെ എക്സ്പ്രഷൻ എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് പറയാൻ പറ്റും ഏതാണ് ആൻസർ വരുന്നത് എന്നുള്ളത്. എങ്കിൽ നമ്മളോട് അത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ, അതിന്റെ എക്സ്പ്രഷൻ കണ്ടെത്താൻ ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കണം. ഇങ്ങനെ കുറെ വര വരച്ച്, ആ വരകൾക്കൊക്കെ പ്രത്യേകത ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള സൈഡിൽ നിങ്ങൾ ബി എന്ന് എഴുതിയിട്ടാൽ അതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങൾ ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുപോയി തൂക്കിയിട്ടാൽ, ബാർ മാഗ്നറ്റിന്റെ ഇവിടെ നോർത്ത് പോൾ, ഞാനിവിടെ സൗത്ത് പോൾ എന്ന് രേഖപ്പെടുത്തിയാൽ, ഇതിൻ്റെ ഉള്ളിലെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വരയ്ക്കുക. സൗത്തിൽ നിന്ന് മാഗ്നറ്റിന്റെ നീളം എന്നുള്ളത് എന്തായിരുന്നു? 2L ആണ്. അപ്പൊ ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡുമായി ഒരു ആംഗിൾ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാഗ്നറ്റിന്റെ മുകളിൽ അതൊരു വേറെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് രണ്ട് എൻഡിലും ഫോഴ്സ് കിട്ടും. നോർത്ത് എൻഡിൽ കിട്ടുന്ന ഫോഴ്സും സൗത്ത് എൻഡിൽ കിട്ടുന്ന ഫോഴ്സും വില പ്രകാരം സെയിം ആണെങ്കിലും ഡയറക്ഷൻ പാരലൽ ആയിട്ടാണ് വരിക. അതുകൊണ്ട് നോർത്ത് പോളിന്റെ മുകളിൽ കിട്ടുന്ന ഫോഴ്സിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫലമായി കിട്ടുന്ന ഫോഴ്സ് നമ്മൾ PB എന്നാണ് എഴുതി വെച്ചത്. P എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത്തും B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡുമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ കിട്ടുന്ന ഫോഴ്സ് താഴത്തേക്കായിരിക്കും. അതിന്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത് PB തന്നെയാണ്. ഇപ്പൊ തുല്യമായ രണ്ട് ഫോഴ്സുകൾ, അവയുടെ ലൈൻ ഓഫ് ആക്ഷൻസ് പാരലൽ ആണ്. അങ്ങനെ വന്നാൽ അത് ടേണിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ടേണിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ടോർക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്ത ടോർക്കിന്റെ ഇക്വേഷൻ ആയിരുന്നു. ടോർക്കിന്റെ ഇക്വേഷൻ കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് ബലങ്ങളിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിന്റെ വില എടുക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു ഇവയ്ക്ക് ഈ ഫോഴ്സുകൾക്കിടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് ഗുണിക്കണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ്. ഇതാണ് ടോർക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ചിത്രത്തിൽ അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലാതിരുന്നപ്പോൾ നമ്മള് ഇവയെ കണക്ട് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു. എന്നിട്ട് അതിന് XY എന്ന് പേര് കൊടുത്തു. അപ്പൊ ചിത്രത്തിൽ ഈ ഡോട്ടഡ് ലൈൻ വന്നതോടുകൂടി പാരലൽ ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകൾക്കിടയ്ക്ക് 90 ഡിഗ്രി വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അത് മാറി. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഫോഴ്സിന്റെ വിലയെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ P ഇൻറ്റു B ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് XY ആണ്. XY ആർബിട്രറി ആണ്, നമുക്ക് എന്ത് സിമ്പിൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഈ പറയുന്ന ഫീൽഡോ മാഗ്നറ്റിന്റെ ലെങ്തോ ഡൈപോൾ മൊമെന്റോ വരുന്ന ടേമുകളിലേക്ക് XY നെ മാറ്റണം. അതിനാണ് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി ഫോം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ സൈൻ തീറ്റ കണ്ടാൽ എതിർവശമായിട്ട് വരുന്നത് XY-യും ഹൈപ്പോട്ടനീസ് ആയിട്ട് വരുന്നത് 2L-ഉം ആണ്. സോ യു ക്യാൻ റൈറ്റ് XY is equal to 2L sin θ. ഈ വില കൊണ്ടുപോയിട്ട് ഇതിൽ കൊണ്ടുപോയി കൊടുത്താൽ നമ്മളെ സംബന്ധിച്ച് ടോർക്കിന്റെ ഇക്വേഷൻ ആയി. ദാറ്റ് ഈസ് ടോ ഈക്വൽ ടു P ഇൻറ്റു B ഇൻറ്റു 2L sin θ. ബട്ട് യു നോ P ഇൻറ്റു 2L which is the magnetic dipole moment M. വെക്ടർ ആണ്. മേലെ ഏരോ മാർക്കൊക്കെ വേണം, തൽക്കാലം ഞാൻ ഇട്ടിട്ടില്ല. P ഇൻറ്റു 2L that is magnetic dipole moment M B sin θ. This is the torque experience. സൈൻ തീറ്റ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ക്രോസ് പ്രോഡക്റ്റിന്റെ രീതിയിൽ കിട്ടും. സോ യു ക്യാൻ റൈറ്റ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടോ ഈക്വൽ ടു M cross B.
ഇക്വേഷൻ പ്രകാരം ടോർക്ക് എങ്ങോട്ട് നിൽക്കുന്നു എന്നും എപ്പോഴാണത് മാക്സിമത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒരു കമ്പാരിസണിൽ നിന്ന് നിങ്ങൾക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഡൈപോളിന്റെ മുകളിൽ മാഗ്നറ്റിക് ഡൈപോളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ എക്സ്പ്രഷൻ കണ്ടെത്താം. ടോ ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. നോക്കൂ, ഈ ടോർക്കിന്റെ ഭാഗമായിട്ട് ഈ തൂക്കിയിട്ടിരിക്കുന്ന ഡൈപോൾ ഒന്ന് ടേൺ ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ചെയ്താലോ അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനേഷ്യ പ്രകാരം അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. മെല്ലെ എയറിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് മെല്ലെ 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 അവസാനം ഡെഡ് ആവും. ചുരുക്കി പറഞ്ഞാൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ചെയ്താൽ ഈ പറയുന്ന ബാർ മാഗ്നറ്റ് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്സിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആണോ എന്ന് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പഠിച്ചത്. അത് മാത്രമല്ല, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ നിങ്ങളെ ഇങ്ങനെയാണ് എഴുതാറുള്ളത്: ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. This is the second order differential equation of a simple harmonic motion in terms of linear displacement x. ഇവിടെ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ആള് കിട്ടിക്കഴിഞ്ഞാൽ അത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് t ഈക്വൽ ടു 2π/ω. നമുക്ക് ഈ ബാർ മാഗ്നറ്റിന്റെ ഓസിലേഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ നമുക്കറിയാം, അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് കിട്ടുന്നത് ഒരു ബാർ മാഗ്നറ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് തൂക്കിയിട്ടാൽ അതിന്റെ മുകളിലുള്ള ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ടോ ഈക്വൽ ടു mb sin θ. ഞാനിവിടെ ഒരു നെഗറ്റീവ് ഇട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഇത് നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ടോർക്കാണ്, അപ്ലൈഡ് ടോർക്ക്. അതിന്റെ ഭാഗമായിട്ടാണ് തിരിഞ്ഞ് ഒരു ഓറിയന്റേഷനിൽ അത് പോയി നിൽക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ചെയ്താലോ അപ്ലൈഡ് ടോർക്ക് പോയി. പിന്നെ അവിടെ ഉള്ളത് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ടോർക്കാണ്. ടേൺ ചെയ്താൽ വരുന്നത്, അപ്പൊ അവിടെ ടോർക്ക് വേണം. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ടോർക്കിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ടോർക്ക്. അപ്ലൈഡ് ടോർക്കും റീസ്റ്റോറിംഗ് ടോർക്ക് ഈക്വൽ ആണ് ഒരു കണ്ടീഷനിൽ. അതുകൊണ്ട് റീസ്റ്റോറിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതിനൊരു മൈനസ് ഇട്ട് കൊടുക്കണം, കാരണം അത് അപ്ലൈഡ് ടോർക്കിന് ഓപ്പോസിറ്റ് ആണ്. സോ റീസ്റ്റോറിംഗ് ഇസ് ഈക്വൽ ടു -mb sin θ. ചെറിയ ടേണിംഗ് ഒക്കെ ആണെങ്കിൽ സൈൻ തീറ്റയും തീറ്റയും അപ്രോക്സിമേറ്റ് സെയിം വാല്യൂ ആണ് വരുന്നത്. For small angles of turning, I can write tau restoring equal to -mb theta. Reason sin theta is approximately equal to theta when the angle value is small. Again, what is torque? Torque is the product of moment of inertia and angular acceleration alpha. So I alpha equal to -mb theta you get. What is I? It is a moment of inertia that depends on shape of the bar magnet. മാസിന് തുല്യമായ ആളാണ് അയാൾ. അതേപോലെ ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ആംഗുലാർ ആണെങ്കിൽ അത് കണ്ടെത്തുവാനുള്ള ഇക്വേഷൻ ആൽഫ is equal to d square theta by dt square ആണ്. Just like a equal to d square x by dt square. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ആണ് ആക്സലറേഷൻ. അതേപോലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ് ഡിഫറൻഷ്യൽ ആണ് ആംഗുലാർ ആക്സലറേഷൻ ആൽഫ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കിക്കോളാം. I into d square theta by dt square ഈക്വലിന്റെ അപ്പുറത്തുള്ള ആൾ എങ്ങോട്ട് കൊണ്ടുവന്ന പ്ലസ് ആയി mb theta equal to 0. നമ്മളെ ജനറൽ ഇക്വേഷനുമായിട്ട് ഒരു സാമ്യമൊക്കെ വന്നു തുടങ്ങി. I എന്നുള്ളതിനെയും കൂടി നമ്മളൊന്ന് ഓർഡർ ആക്കി അറേഞ്ച് ചെയ്താൽ d square theta by dt square plus mb by I into theta equal to 0 എന്ന് കിട്ടി. Now this is equation number 1. Compare this with the standard equation. രണ്ടും ഒരേ ഫോർമാറ്റ് ആണ്. എക്സിന്റെ സ്ഥാനത്ത് ആര് വന്നേ ഉള്ളൂ, തീറ്റ വന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഈ പറയുന്ന ബാർ മാഗ്നറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ചെയ്താൽ അത് നടത്തുന്ന ഓസിലേഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. SHM ആണ്. SHM ആണെങ്കിൽ ടൈം പീരീഡ് കണ്ടെത്താൻ ഇക്വേഷൻ എന്താണ്, 2π/ω ആണ്. ഇവിടെ അത് ഒമേഗ ആണെങ്കിൽ ഇവിടെ അതിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് mb/I ആണ്. Omega square is equal to mb/I ആണ്. So I can write time period t is equal to 2π/ω ആണ്. ഒമേഗ വരുമ്പോൾ സ്വാഭാവികമായിട്ട് റൂട്ട് വരും. റൂട്ടിന്റെ ഉള്ളിൽ എന്താ വരുന്നത്, mb/I. ഇയാൾ നേരെ ന്യൂമറേറ്ററിലേക്ക് ചെല്ലും.
റൂട്ടിന്റെ ഉള്ളിലാണ്, മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇക്വേഷൻ ടൈം പീരീഡ് മാറുന്ന എങ്ങനെ? t is equal to 2 pi into root of I by mb എന്ന് കിട്ടും. And this is the equation of time period of a bar magnet when it is oscillating in a magnetic field. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ചെയ്യുന്ന സമയത്ത് ബാർ മാഗ്നറ്റ് ഓസിലേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് SHM ആണ്. SHM ആണെങ്കിൽ ടൈം പീരിയഡ് ഇക്വേഷൻ എന്താണ്? t is equal to 2 pi into root of I by m. ഓക്കെയല്ലോ. ഇതേ ബാർ മാഗ്നറ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ടോർക്ക് കിട്ടുന്നു എന്ന് നിങ്ങൾ ഇപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഇരിക്കുന്ന പൊസിഷനിൽ സ്വാഭാവികമായിട്ട് ആ പൊസിഷൻ മൂലം അതിന്റെ കയ്യിൽ ഒരു എനർജി ഉണ്ട്. മാഗ്നറ്റ് തിരിഞ്ഞു പോയി സ്പ്രിങ് വലിച്ചു നിൽക്കുന്നത് പോലെയാണ്. വലിച്ചു പിടിച്ച സ്പ്രിങ്ങിന്റെ കയ്യിൽ എനർജി ഉണ്ട്, വിളിക്കുക പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ തിരിഞ്ഞു നിൽക്കുന്ന ബാർ മാഗ്നറ്റിന്റെ കയ്യിൽ ഒരു എനർജി ഉണ്ട്. റെസ്റ്റ് ആണ് പൊസിഷൻ. അതുകൊണ്ട് റെസ്റ്റ് മൂലം ആ പൊസിഷൻ മൂലം കിട്ടുന്ന എനർജി എന്തേ വിളിക്കാൻ പറ്റുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ബാർ മാഗ്നറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത പറയാൻ പോണത്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഏത് കേസ് നമ്മൾ എന്തിന് ഈക്വൽ ആയിട്ടാ പറയാറുള്ളത്? വർക്ക് ഡൺ. അപ്പൊ ചെരിഞ്ഞൊരു പ്രത്യേക സ്റ്റേറ്റിൽ സ്ട്രെയിൻഡ് സ്റ്റേറ്റിൽ പോയിരിക്കുന്ന ബാർ മാഗ്നറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് മറുപടി പറയാ. ആ പൊസിഷനിലേക്ക് അതിനെ തിരിച്ചിട്ട് കൊണ്ടുപോകാൻ, ടേൺ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ വർക്ക് എത്രയാണെന്ന് കണ്ടു നോക്കുക. അത് ആ ചെന്നിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ പൊസിഷൻ മൂലമുള്ള എനർജിയായി സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ. അപ്പൊ എന്താണ് മാഗ്നറ്റിന്റെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചാൽ മറുപടി എന്താണ്? ആ സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോവാൻ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. ഇത് ക്ലാസ്സിൽ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ ചെയ്ത വർക്കാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വർക്ക് ഡൺ W is equal to, വർക്കിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? F dot ds ആണ്. എന്നാൽ ഇത് ടേണിംഗ് ആണ്, റൊട്ടേഷൻ ആണ്. റൊട്ടേഷണൽ ഫോഴ്സ് ആയി മാറണം. അപ്പൊ അത് ടോ ആണ്, ടോർക്കാണ്. ds എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് എന്തായി മാറി? തീറ്റ. സോ ദ വർക്ക് ഡൺ W is equal to ഇന്റഗ്രൽ ടോ d തീറ്റ. തുടങ്ങിയ പൊസിഷനിൽ നിന്ന് വളഞ്ഞു പോയിട്ട് ഒരു വേറെ പൊസിഷനിൽ പോയി നിൽക്കുകയാണ്. അപ്പൊ തുടങ്ങിയ ഒരു പൊസിഷനും ഉണ്ട്, അവസാനിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ θ1 എന്നും ഫൈനൽ പൊസിഷൻ θ2 എന്ന് എഴുതാം. ടോർക്കും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ റൊട്ടേഷൻ മോഷൻ സെയിം ഡയറക്ഷൻ ആണ്. ബട്ട് ടോ ഡോട്ട് തീറ്റയ്ക്ക് പകരം എന്തിട്ടാ മതി? ടോ d θ. Now you can start the calculation. Integral θ1 to θ2 tau equal to mb sin θ into d θ. എം ബി ഒക്കെ കോൺസ്റ്റന്റുകളാണ്, ഫിക്സഡ് വാല്യൂ ഉള്ള ആളുകളാണ്. അതിനൊക്കെ പുറത്തേക്ക് മാറ്റിയിട്ടാൽ m into b into integral θ1 to θ2 sin θ d θ. sin θ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? മൈനസ് കോസ് θ ആണ്. സോ യു ക്യാൻ റൈറ്റ് mb into minus cos θ. ലോവർ ലിമിറ്റ് θ1, അപ്പർ ലിമിറ്റ് θ. നോക്കി മൈനസ് പുറത്തേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ മൈനസ് എം ബി ഇൻറ്റു ലിമിറ്റ് കൊടുക്കുക. ആദ്യം അപ്പർ ലിമിറ്റ് cos θ2 minus cos θ1. And this is the potential energy of a magnet when it is turned in a uniform magnetic field. This is the symbol of potential energy. ഈ വർക്ക് ഡൺ W എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴേക്കും എന്തായി മാറി? U. കാരണം ഈ വർക്കിനെയാണ് മാഗ്നറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ 3 ടോപ്പിക് ഒരുമിച്ചാ പറഞ്ഞത്. Torque acting on a magnetic dipole, time period of a magnetic dipole oscillation, and the potential energy of a magnetic dipole when it is placed in a uniform magnetic field. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഡിക്ലിനേഷൻ, ഇൻക്ലിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. തീർച്ചയായിട്ടും അത് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത സം ഇമ്പോർട്ടന്റ് ടേംസ് ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്. അവയെ കുറിച്ചാണ് ക്ലാസ്സിൽ പറഞ്ഞത്. മുന്നത്തെ വീഡിയോയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അല്ല പ്രധാനികൾ ഒന്നേതാണ്? മാഗ്നറ്റൈസിങ് ഫീൽഡ്, H. പുറമേയുള്ള ഫീൽഡ് എന്നാണ് അർത്ഥം. സാധാരണ ഒരു മെറ്റീരിയലിനെ കാന്താക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സോളിനോയിഡിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുക ചെയ്യാം. എന്നിട്ട് സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുക.
സോളിനോയിഡിലെ കറണ്ട് പാസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, B = μ0 Ni. നോക്കൂ, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഭാഗമായിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് മെറ്റീരിയലിന്റെ ഉള്ളിലേക്ക് കടക്കുകയും മെറ്റീരിയൽ കാന്തമായി മാറുകയും ചെയ്യും. മെറ്റീരിയൽ കാന്തമായി മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ. അങ്ങനെ മെറ്റീരിയലിനെ കാന്തമാക്കുന്ന പുറമേയുള്ള ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ആക്ച്വലി സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറന്റ് ആണ് ഈ പറഞ്ഞ H. രണ്ടാമത്തത് മെറ്റീരിയലിന്റെ ഉള്ളിൽ ഫീൽഡ് ലൈൻസ് കടന്നു കയറുന്നതിന്റെ ഫലമായിട്ട് അത് കാന്തികവൽക്കരിക്കപ്പെടുന്നുണ്ട്, കാന്തമായി മാറുന്നുണ്ട്. ആ മെറ്റീരിയലിൽ കിട്ടുന്ന കാന്തത്തെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്. എല്ലാം ഒരേ ആള് തന്നെയാണ്. അപ്പൊ BA തീരുമാനിക്കുന്നത് ആരാ? H ആണ്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എയർ ആയിട്ട് നിർത്താം, വാക്യൂം ആയിട്ട് നിർത്താം, വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ട് നിർത്താം. എന്നിട്ട് വേണം അതിന്റെ ഉള്ളിൽ നിങ്ങൾ കാന്തായി മാറേണ്ട പദാർത്ഥം കൊണ്ടുവയ്ക്കാൻ. എയർ ആണ് ഇരിക്കുന്നതെങ്കിൽ ഇവ തമ്മിൽ റിലേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം: B is directly proportional to H. B കൂടണമെങ്കിൽ പുറമത്തെ H കൂട്ടിയാൽ മതി. ദാറ്റ് മീൻസ് B = a constant into H. എയർ ആണെങ്കിൽ, എയർ അല്ലെങ്കിൽ B = BH. മീഡിയത്തിന്റെ μ0 μ ഒക്കെ പേര് നിങ്ങൾക്ക് അറിയാം. ഇതിനെ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ, ഇത് പെർമിയബിലിറ്റി ഓഫ് മീഡിയം എന്നാണ് വിളിക്കുക. ഇതിന്റെ വില 4.10⁻⁻⁷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ H എന്ന് പറയുന്നത് ആക്ച്വലി പുറമേയുള്ള ഫീൽഡും B എന്ന് പറയുന്നത് ആക്ച്വലി മെറ്റീരിയലിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡുമാണ്. എന്നാൽ നമുക്കറിയാം ഒരു സോളിനോയിഡ് അതിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B = μ0 Ni ആണ്. രണ്ടും ഒന്നേ സ്ഥാനം തന്നെയാണ് എഴുതി വെച്ചുള്ളത്. അതുകൊണ്ട് μ0ന്റെ സ്ഥാനത്ത് μ0 ഉണ്ട്, B ന്റെ സ്ഥാനത്ത് B ഉണ്ട്. എന്നാൽ Hന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് Ni ആണ്. അതുകൊണ്ട് H എന്ന് പറയുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്ന ആൾ ആക്ച്വലി N times the current flowing through the solenoid എന്നുള്ളതിന് ഈക്വൽ ആണ്. N എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ല, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. യൂണിറ്റ് ലെങ്ത്തിന്റെ ഉള്ളിലുള്ള ടേൺസിന്റെ എണ്ണാണ്. അതുകൊണ്ട് Hന്റെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ സ്ഥിരമായിട്ട് പറയുന്ന മാഗ്നറ്റിസം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് മെറ്റീരിയൽ എത്രമാത്രം കാന്തമായി മാറി എന്ന് പറയുന്ന ഒരു ടേമാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷന്റെ തീവ്രത. മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കഷ്ണം യൂണിറ്റ് വോളിയം അങ്ങോട്ട് മുറിച്ചെടുക്കുക. 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ കനമുള്ള ഒരു കഷ്ണം മുറിച്ചെടുത്താൽ എത്രമാത്രം കാന്തിക ശക്തി അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഈ മെറ്റീരിയൽ എത്ര സ്ട്രോങ് ആയിട്ട് കാന്തമായി മാറി എന്നതിന്റെ ഒരു അളവാണ്. That strength, dipole moment per unit volume, how much extent a material is magnetized. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം അളന്നിട്ടാണ്. അതിനെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്നാണ് വിളിക്കാറ്. ചിലപ്പോൾ ക്യാപിറ്റൽ M ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ അതിനെ I എന്നും കൊടുക്കാറുണ്ട്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ചില പദാർത്ഥങ്ങൾക്ക് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷന്റെ വില H ഫീൽഡ് കൊടുക്കുമ്പോൾ, പുറമത്തെ ഫീൽഡ് കൊടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ കൈവരിക്കാൻ പറ്റും, സ്ട്രോങ് ആയിട്ട് മാറും. ചില ആളുകൾക്ക് ഈ H കൊടുത്ത വളരെ പതുക്കെ അത് ശക്തമായ കാന്തത്തിലേക്ക് പോകും. അപ്പൊ ഒന്ന് സ്ലോ പ്രോസസ് ഉണ്ട്, ഒന്ന് സ്പീഡായ പ്രോസസ് ഉണ്ട്. അപ്പൊ എത്ര വേഗതയിൽ ഒരു മെറ്റീരിയൽ കാന്തമായി എന്ന് കാണിക്കാൻ വേണ്ടി ഒരാളെ കൂടി മാഗ്നറ്റിസം പഠിക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ Xm, Xm എന്നൊക്കെ വായിക്കാം. വിച്ച് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്നാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ വിത്ത് ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ഒന്നുകിൽ ക്യാപിറ്റൽ M കൊടുത്തോളൂ, വിഷയങ്ങളൊന്നല്ല. I/H. How is a material is magnetized? ഇതോ how strong a material is magnetized. Magnetic susceptibility Xm = the ratio of I with the H. What is I? Intensity of magnetization. What is H? Magnetizing field. Okay. Again you know what is mu r. Mu r = mu/mu0, relative permeability. ഈ relative permeability Xm തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. mu r equal to Xm plus 1. mu r ഉം Xm തമ്മിലുള്ള റിലേഷൻ ആണ്. ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വേണ്ടി വരും. mu r equal to Xm plus 1 ആണ്. അതേപോലെ തന്നെ ഒരു മെറ്റീരിയൽ, ഒരു കാന്തിക പദാർത്ഥത്തെ നിങ്ങൾ ചൂടാക്കിയാൽ അതിന്റെ കാന്തിക സ്വഭാവം നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മെർക്കുറി ആണ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ലോ ഇൻട്രൊഡ്യൂസ്. ഇറ്റ് ഈസ് കോൾഡ് ക്യൂറീസ് ലോ. ആൻഡ് ക്യൂറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് susceptibility of a magnetic material, paramagnetic material or ferromagnetic material is inversely proportional to its temperature, which is known as Curie's law. ഒരു കാന്തത്തെ ഒരു നിശ്ചിത ടെമ്പറേച്ചർ ചൂടാക്കിയാൽ
അയാളുടെ ഡൈപോൾ മൊമെന്റ് അലൈൻമെന്റ് ഒക്കെ മാറും. നെറ്റ് ഡൈപോൾ മൊമെന്റ് സീറോയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം ചൂടാക്കിയാൽ കാന്തിക ശക്തി നഷ്ടപ്പെടും എന്നുള്ളതാണ്. ചൂടാക്കിയാൽ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂറീസ് ലോ. മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് psi m equal proportional to 1/T. These are the important terms used in magnetism. Okay. ഇതുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മെറ്റീരിയലുകളെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു ക്ലാസ്സിലത് വൃത്തിയായി സംസാരിച്ചതാണ്. Based on magnetic properties, materials are classified into diamagnetic, paramagnetic and ferromagnetic materials. മാഗ്നറ്റിക് സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ ക്ലാസിഫൈ ചെയ്താൽ 3 ആയിട്ടാണ് പറയാറുള്ളത്. 1 ഡയാമാഗ്നറ്റിക്, 2 പാരാമാഗ്നറ്റിക്, 3 ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നതാണ്. എന്താണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഡയാമാഗ്നറ്റിസം എന്നതാണ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി, ഡയാമാഗ്നറ്റിസം എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ട്. പുറമേ നിന്ന് നിങ്ങളൊരു ഫീൽഡ് കൊടുത്താൽ അത് മെറ്റീരിയലിന്റെ ഉള്ളിൽ റീഅറേഞ്ച്മെന്റിന് ശ്രമിക്കുമ്പോൾ ആ റീഅറേഞ്ച്മെന്റ് ഭാഗമായിട്ടുണ്ടാകുന്ന ഫീൽഡ് കൊടുത്ത ഫീൽഡിനെ എതിർക്കാൻ ശ്രമിക്കും. എല്ലാ പദാർത്ഥങ്ങളും ഇക്വിലിബ്രിയത്തിന് ചേഞ്ച് കൊടുത്താൽ ആ ചേഞ്ചിന് ഓപ്പോസ് ചെയ്യും ലെൻസസ് റൂൾ പ്രകാരം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു മെറ്റീരിയലിനെ കാന്തമാക്കാൻ ശ്രമിച്ചാൽ കൊടുത്ത ഫീൽഡിനെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ കാന്തിക ശക്തി, ചിലപ്പോൾ ചെറുതായിരിക്കും ചിലപ്പോൾ വലുതായിരിക്കും, ചെറിയ രീതിയിലുള്ള ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി മെറ്റീരിയലുകൾക്ക് കിട്ടും. ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പദാർത്ഥത്തെ മാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ പുറമേന്ന് കൊടുത്ത ഫീൽഡിനെ എതിർത്തുകൊണ്ട് കാന്തമായി മാറുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് which are magnetized opposite to the direction of applied field. നോക്കൂ, പുറമേ നിന്നുള്ള ഫീൽഡിനെ ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യണതെങ്കിൽ ഇത് നോർത്ത്, ഇത് സൗത്ത്. ഏരോ മാർക്ക് ഇട്ടാൽ ഇത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് അർത്ഥം. ഇത് നിങ്ങൾക്ക് കാന്തമായി കാണണമെങ്കിൽ ഇങ്ങനെ അതിന്റെ പുറകിലോട്ട് വരച്ചാൽ മതി, കാന്തായി. പക്ഷെ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ കൊടുത്ത ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ മെറ്റീരിയലിനുള്ളിൽ ഉണ്ടാകുന്ന കാന്തം എങ്ങനെയാവും? ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. അപ്പൊ എതിർത്ത് കാണിക്കാനായി ഈ രീതിയിൽ കാന്തമായി മാറുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ അയാൾ ഉണ്ടാക്കുന്ന കാന്തം നമ്മൾ കൊടുത്ത കാന്തത്തെ റിപ്പൽ ചെയ്യും, ശരിയല്ലേ? അതുകൊണ്ട് പ്രോപ്പർട്ടീസ് പറയുമ്പോ എനിക്ക് വളരെ ഈസി ആയി പറഞ്ഞു പറയാം. What is diamagnetic material? Materials which are magnetized opposite to the direction of applied field. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. വരച്ചാൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ? They show repulsion. ഈ പദാർത്ഥം കൊടുത്ത ഫീൽഡുമായി എപ്പോഴും റിപ്പൽഷനെ കാണിക്കും. 2, റിപ്പൽഷൻ ആണെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ? പാരലായി നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇയാളതിനെ പിടിച്ച് തള്ളപ്പോ തിരിയും. മാക്സിമം എത്ര വരെ തിരിയാം? ഈ ഡൈപോൾ ഇങ്ങനെ വന്ന് നിൽക്കണ വരെ തിരിയാം. ഇതാണ് റിപ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഓറിയന്റേഷൻ. That means they align. Diamagnetic materials align perpendicular to the direction of applied field. കൊടുത്ത ഫീൽഡുമായി 90 ഡിഗ്രിയിൽ പോയി നിൽക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന മെറ്റീരിയലിനെ ഒരു പ്ലേറ്റിൽ പൊടിയായി എടുത്ത് ഇതിന്റെ മുകളിൽ വെതറിയിട്ട് വിചാരിക്കാം. അപ്പൊ ഇത് കാന്തമായി മാറും. ഈ പൊടി കാന്തമായി മാറിയാൽ കൊടുത്ത ഫീൽഡിനെ എതിർക്കുന്ന തരത്തിലാ. അപ്പൊ ഈ പൊടിയെ ഈ പുറമേത്തുള്ള ഫീൽഡ് അങ്ങോട്ട് പിടിച്ച് തള്ളും. ഇതിരിക്കുന്നത് ഒരു നോർത്ത് സൗത്ത് പോളുകൾക്ക് ഇടയ്ക്കാണെങ്കിൽ, എക്സ്റ്റേണൽ ഫീൽഡിന് ഇടയ്ക്കാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് തള്ളു കിട്ടും, ഇവിടുന്ന് അങ്ങോട്ട് തള്ളു കിട്ടും. റിപ്പൽഷൻ, സൈഡുകൾ റിപ്പൽഷനെ ഫോം ചെയ്യും. അതിന്റെ ഭാഗമായി നിങ്ങൾ വെതറിയിട്ട പൊടി കുറച്ചു കഴിഞ്ഞാൽ ഈ വശത്ത് നിന്ന് തള്ളി സെന്റർ ഭാഗത്തേക്ക് നീങ്ങി സെന്റർ ഭാഗം അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ വരും. കണ്ടോ? ഇങ്ങനെ വന്നിക്കും പൊടി. യഥാർത്ഥത്തിൽ കാന്തത്തിന്റെ ശക്തി കൂടിയ സ്ഥലം എവിടെയായിരുന്നു? അവിടുന്ന് തള്ളല് കിട്ടിയത് കൊണ്ട് ശക്തി കുറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങിപ്പോയി. ഇപ്പുറത്തെ സൈഡും അതന്നെ. ഈ എൻഡിലാണ് ശക്തി കൂടുതൽ ഉണ്ടായിരുന്നത്, പോൾസ് വരുന്ന സ്ഥലം. അവിടുന്ന് തള്ളല് കിട്ടി സെന്ററിലേക്ക് നീങ്ങി. ദാറ്റ് മീൻസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ട്രൈ ടു മൂവ് ഫ്രം സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ ഫീൽഡ്, ശക്തി കൂടിയ സ്ഥലത്ത് നിന്ന് വീക്കർ പാർട്ട് ഓഫ് ദ ഫീൽഡ്. തള്ളല് കിട്ടുന്ന സ്ഥലമാണ് ശക്തി കൂടിയ സ്ഥലം. അവിടെ നിന്ന് തള്ളല് കുറഞ്ഞ സ്ഥലത്തേക്ക് മെല്ലെ റിപ്പൽ ചെയ്ത് നീങ്ങിപ്പോവും രണ്ട് സൈഡിൽ നിന്ന്. അതിന്റെ ഭാഗമായി സൈഡ് കനം കുറവും സെന്റർ ഉയർന്നു നിൽക്കുന്ന ഒരു ഷേപ്പ് അത് സ്വാഭാവികമായിട്ട് രൂപീകരിക്കും, പൊടിച്ചിട്ടാട്ടാം. ദാറ്റ് മീൻസ് ദേ ട്രൈ ടു മൂവ് stronger to weaker parts
ഓഫ് ദി ഫീൽഡ്. മൂന്നെണ്ണം ഒരുമിച്ച് കിട്ടിയ റിപ്പൽഷൻ ആണ് കാണിക്കുക, പെർപെൻഡിക്കുലർ ആയി അലൈൻ ചെയ്യും, സ്ട്രോങ്ങർ ടു വീക്കർ പാർട്ട്. നാലാമത്തെ പ്രോപ്പർട്ടി ടെക്നിക്കലാണ്. ഈ പദാർത്ഥത്തിന്റെ ഉള്ളിലേക്ക് ഫീൽഡ് ലൈൻസിനെ കടത്തി വിട്ടത് കൊണ്ടല്ല അത് കാന്തായിട്ട് മാറിയത്, പുറമേയുള്ള ആളെ എതിർക്കുക എന്നുള്ളൊരു പൊതു സ്വഭാവം കൊണ്ടാണ്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് mu r relative permeability is less than 1 for this material. mu r less than 1 ആണെങ്കിൽ xm ഉം mu r തമ്മിലുള്ള റിലേഷൻ xm plus 1 is equal to mu r എന്നാണ്. അപ്പൊ mu r ന്റെ വില അന്വേഷിച്ച് പോയാൽ ഇവിടെ -1 വരും, -1 വരും. mu r ന്റെ വില ഒന്നിനേക്കാൾ ചെറുത്, 1 കുറച്ചു, ഒന്നിനേക്കാൾ ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ച് നെഗറ്റീവ് വരും. അതിന്റെ അർത്ഥം അഞ്ചാമത്തെ ടെക്നിക്കൽ പ്രോപ്പർട്ടി xm എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും ഡയാമാഗ്നറ്റിക്കിന്. മോഡൽ എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. xm നെഗറ്റീവ്. ആറാമത്തത്, ഈ പറയുന്ന ആളെ ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് തുളച്ചു കയറിയിട്ടല്ല കാന്താക്കിയത്, അലൈൻ ചെയ്തിട്ടല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, പുറമേയുള്ള ഫീൽഡാണ് ഇയാളെ കാന്തമാക്കി മാറ്റി ഇരുന്നത് എങ്കിൽ ചൂടാക്കിയാൽ ഇയാളെ കാന്തിക ശക്തി പോകും ചെയ്യും. അതിന്റെ അർത്ഥം ചൂടാക്കിയാൽ ഇയാളെ കാന്തിക ശക്തി പോകാൻ പോണില്ല. കാരണം ഇയാൾ എക്സ്റ്റേണൽ ഫീൽഡ് ലൈൻസ് അതിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള റീഅറേഞ്ച്മെന്റ് അല്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂട്ടിയാലും കുറച്ചാലും അയാളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മാറാൻ പോകുന്നില്ല. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ ക്യൂറീസ് ലോ. ഈ പറയുന്ന ആള് ക്യൂറീസ് ലോ അനുസരിക്കില്ല. ക്യൂറീസ് ലോ അനുസരിക്കുന്ന ആളുകൾ എപ്പോഴും ഏതാ വരുള്ളൂ, പുറമേത്തെ ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് കയറി അതിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റുകളെ ഒക്കെ ഒരേ ഡയറക്ഷനിൽ നിർത്തണം. അത്തരം ആളുകൾക്ക് ചൂടാക്കിയാൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ഇത് അങ്ങനെയല്ല ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഡസ് നോട്ട് ഒബേ ക്യൂറീസ് ലോ. എക്സാമ്പിൾ വരുന്ന പ്രധാനികൾ ഇതാണ്: ഗോൾഡ്, സിൽവർ, കോപ്പർ, വാട്ടർ, ടിൻ, ലെഡ്, മെർക്കുറി, അങ്ങനെ കിടക്കുന്ന കുറയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന പദാർത്ഥങ്ങൾ. എല്ലാ പദാർത്ഥങ്ങളിലും വളരെ ചെറിയ രീതിയിലെങ്കിലും ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെയല്ലോ. ഇനി ചില പദാർത്ഥങ്ങൾ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്താൽ എതിർത്തിട്ട് കാന്തമായി മാറുന്നതിന് പകരം അതേ ദിശയിൽ കാന്തമായി മാറും. ഇങ്ങനെ തന്നെ കാന്തമായി മാറും. കൊടുത്ത ഫീൽഡിന്റെ, എക്സ്റ്റേണൽ ഫീൽഡിന്റെ അതേ ദിശയിൽ കാന്തിക ശക്തി രൂപപ്പെടുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. നോക്കൂ, ഇങ്ങനെയാണ് അത് ആലോചിച്ചത്. അപ്പൊ തന്നെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം. പ്രോപ്പർട്ടീസ് ഒന്ന്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അട്രാക്ഷൻ. കാരണം നോർത്തിന്റെ അടുത്ത് സൗത്താ. അപ്പൊ നിങ്ങൾ നേരത്തെ റിപ്പൽഷൻ ആണെങ്കിൽ ഇപ്പൊ എന്ത് എഴുതും? ദേശോ അട്രാക്ഷൻ. അട്രാക്ഷൻ ആയ അവിടെ പിടിച്ചു വലിച്ച പോലെ നിൽക്കൂലേ? പെർപെൻഡിക്കുലറിലേക്ക് തള്ളി പോവോ? ഇല്ല. അപ്പൊ അലൈൻ പാരലൽ. നേരത്തെ പെർപെൻഡിക്കുലർ ആയിരുന്നു, ഇപ്പൊ പാരലൽ. മൂന്ന്, ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് ഒരു പ്ലേറ്റ് എടുത്ത് കുറെ പൊടിച്ചിട്ട് അങ്ങോട്ട് വെച്ചെടുത്തു. അപ്പൊ ഇതിനെ അങ്ങോട്ട് തള്ളുകയാണോ ചെയ്യാ? അല്ല. കാരണം ഇതിന്റെ ഇവിടുത്തെ പൊളാരിറ്റി സൗത്തും ഇവിടുത്തെ നോർത്തും ആണ്. ഇവിടെ നിൽക്കുന്ന എക്സ്റ്റേണൽ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആണെങ്കിൽ അതിനെ പിടിച്ച് വലിക്കുക ചെയ്യാം, തള്ളുകയല്ല ചെയ്യാം. ഇതിന്റെ ഭാഗമായിട്ട് ഈ കാണുന്ന ഭാഗത്തെ പൊടികളൊക്കെ ഇത് ഇങ്ങോട്ട് നീങ്ങി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഷേപ്പ് ഇത് ഇങ്ങനെയാ ഫോം ചെയ്യാം. ഇവിടെയൊക്കെ പൊടി നടുഭാഗം കുഴിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആ പൊടി അറേഞ്ച് ചെയ്യും. പക്ഷെ നടുഭാഗം ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് പൊടി. അപ്പൊ എനിക്ക് എങ്ങനെ എവിടുന്ന് എവിടേക്ക് നീങ്ങുന്ന പറയാൻ പറ്റുക? ഈ ഭാഗത്ത് ഇങ്ങോട്ട് നീങ്ങി, ഈ സൈഡിലേക്ക് നീങ്ങി പൊടി. ഈ ഭാഗം ഫീൽഡ് കുറഞ്ഞത്, അപ്പൊ വീക്കർ. ഈ ഭാഗം സ്ട്രോങ്ങർ. ദാറ്റ് മീൻസ് diamagnetic material move from weaker to stronger part of a field. Weaker to stronger. നേരത്തെ stronger to weaker ആണ്. വ്യത്യാസം മനസ്സിലാക്കാം. അപ്പൊ മൂന്നാമത്തെ പ്രോപ്പർട്ടി, move weaker to stronger parts. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു മെറ്റീരിയൽ എടുത്തു, എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തു, ഇതിന്റെ ഉള്ളിൽ തലങ്ങും വിലങ്ങും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റുകൾ ഫോം ചെയ്തിട്ടാണ് മെറ്റീരിയൽ ഇരിക്കുന്നുണ്ടാവുക. നെറ്റ് ഡൈപോൾ മൊമെന്റ് ഒക്കെ 0 ആണ്. കാരണം തോന്നിയ പോലെ അറേഞ്ച് ചെയ്ത് റാൻഡം ഓറിയന്റേഷൻ ആണ്. എന്നാൽ പുറമേത്തെ ഫീൽഡ് വന്നാൽ ആ ഫീൽഡ് ലൈൻസ് ഇതിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യുകയും ഇതിലത്തെ ഡൈപോൾ മൊമെന്റുകൾക്ക് ഒരു കമാൻഡ് കിട്ടും. ആ
ആ കമാൻഡിന്റെ ഭാഗമായി എല്ലാ ഡൈപോൾ മൊമെന്റുകളും ഒരേ ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് മാഗ്നറ്റൈസേഷൻ. ഫീൽഡ് ലൈൻസ് അതിന്റെ ഉള്ളിലേക്ക് കയറിയത് കൊണ്ടത് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം പെർമിയബിലിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. കടത്തിവിടുവാനുള്ള കഴിവ് 1നേക്കാൾ കൂടുതലായിരിക്കും. When mu r is greater than, you can write psi m will be positive എന്ന റിലേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പൊ psi നെഗറ്റീവ് അല്ല വരിക, പോസിറ്റീവ് ആ വരിക. അത് മാത്രമല്ല ചെറിയ വില ഉണ്ടാവുള്ളൂ, സ്മോൾ വാല്യൂ ആണ്. കാരണം mu r ഉം psi m ഉം തമ്മിലുള്ള റിലേഷൻ mu r equal to 1 plus psi m ആണ്. അപ്പൊ mu r 1നേക്കാൾ കൂടുതലാണെങ്കിൽ 1നേക്കാൾ കൂടുതൽ 1 കുറച്ചാൽ xm കിട്ടും. അപ്പൊ xm ന്റെ വില എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, സംശയമില്ല. ഈ ഫീൽഡ് ലൈൻസ് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇത് സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് ഇതിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചൂടാക്കിയാൽ ഇത് പഴയ ഫോമിലേക്ക്, എന്ന് വെച്ചാൽ ഈ ഡൈപോൾ മൊമെന്റുകൾ എങ്ങനെയാണോ നിന്നിരുന്നത് അതിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ കിട്ടിയ കാന്തിക ശക്തി ഒക്കെ പോവും. അങ്ങനെ ചൂടാക്കിയാൽ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ക്യൂറീസ് ലോ അനുസരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത പ്രോപ്പർട്ടി എഴുതാം, ഇറ്റ് ഒബേ ക്യൂറീസ് ലോ. ഓക്കെ, എന്താ ക്യൂറീസ് ലോ? psi m inversely proportional to temperature. ചൂടാക്കിയാൽ കാന്തിക ശക്തി നഷ്ടപ്പെടും. ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന പ്രധാനികളാണ് അലുമിനിയം ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്, ക്രോമിയം ഉണ്ട്, അങ്ങനെ കുറെ പ്രധാനികളുണ്ട്. ഇതെല്ലാം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒന്നിന്റെ പഠിച്ച അടുത്തത് കിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട്, ലോജിക് ഉണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പിന്റെ പേരാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇത് ഈ പദാർത്ഥങ്ങളുടെ പ്രത്യേകത വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ പ്രോസസ് നടക്കും, വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നടക്കും. അപ്പൊ എല്ലാ ഇതിന്റെ കൂടെ സ്ട്രോങ് അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിക്ക് ഈസി ആയിട്ട് പറയാം. നിങ്ങൾ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്താൽ അതിശക്തമായി കൊടുത്ത ഫീൽഡിന്റെ അതേ ദിശയിൽ കാന്തമായി മാറുന്ന പദാർത്ഥങ്ങളുണ്ട്. പ്രത്യേകിച്ച് അയണൊക്കെ ഫീൽഡാണ് കൊടുത്താൽ മതി, അപ്പ കാന്തവും. ആണ് സ്ട്രോങ് മാഗ്നറ്റ് ആയിട്ട് ഈസി ആയിട്ട് മാറുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇപ്പൊ എന്താ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽസ് which are magnetized strongly in the direction of applied field. So arrow mark diagram is like this. മാഗ്നറ്റിക് ഡൈപോളിന്റെ ഡയഗ്രം വരച്ച് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ, സ്ട്രോങ് എന്നോട് എഴുതിയേക്കേണ്ടതില്ല. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി പറഞ്ഞൂടെ? എന്താ ആദ്യത്തത്? അട്രാക്ഷൻ. ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, they show strong attraction. അപ്പൊ എങ്ങനെ നിൽക്കും? സ്ട്രോങ്ലി അലൈൻ പാരലൽ ഡയറക്ഷൻ. അലൈൻ പാരലൽ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ ഇതും സ്ട്രോങ്ങർ ആണ്. 3, പൊടിച്ചിട്ടാലോ? പൊടിച്ചിട്ട് അട്രാക്ഷൻ തന്നെയാണ്, പെട്ടെന്ന് നീങ്ങിപ്പോലും. നേരത്തെ പതുക്കെയാണെങ്കിൽ കുറെ കൂടി സ്പീഡിൽ മൂവ് ചെയ്യും, കാരണം ഫോഴ്സ് കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്താ പറയാ? ദേ മൂവ് സ്ട്രോങ്ലി ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ. ഓക്കെ, സ്ട്രോങ് ചേർത്ത് കൊടുക്കുന്ന പറഞ്ഞ കാര്യം ഇതാണ്. ഫെറോ ആൻഡ് പാര. mu r ഗ്രേറ്റർ ദാൻ 1 ആണ്, കാരണം ഫീൽഡ് ലൈൻസ് അതിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഈ ഓറിയന്റേഷൻ വരുന്നത്. പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അതിന്റെ അർത്ഥം ഫീൽഡ് ലൈൻസിനെ വളരെ ഈസി ആയിട്ട് കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ. അപ്പൊ ഞാൻ 2 ഗ്രേറ്റർ ദാൻ കൊടുക്കും. mu r ഹൈലി ഗ്രേറ്റർ ദാൻ 1. അപ്പൊ psi m ന്റെ വില എന്താ? പോസിറ്റീവ് ആണ്, പക്ഷെ ചെറിയ വിലയല്ല, ഹൈ പോസിറ്റീവ് വാല്യൂ. കാരണം വലിയ വില ഇവിടെ mu r ന് വന്നതാണ്. അടുത്തത് ഒബേ ക്യൂറീസ് ലോ. ഏറ്റവും നന്നായിട്ട് അനുസരിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫെറോ മാഗ്നറ്റിക് ക്യൂറീസ് ലോ. ഒബേ ക്യൂറീസ് ലോ പ്രധാനികൾ എന്ന് പറയുന്നത് അയേൺ, നിക്കൽ, കൊബാൾട്ട്, അൽനിക്കോ എന്ന് പറയുന്നത് അയേൺ, നിക്കൽ, കൊബാൾട്ട് എന്ന് പറയുന്ന മെറ്റീരിയലുകളാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലുകൾക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. 3ആയിട്ടാണ് തിരിക്കുക: ഡയ, പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊരു ക്ലാസ്സിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ചേർത്ത് എന്നേ ഉള്ളൂ. ഇനി ഈ ടോപ്പിക്കില് ഒരു നോൺ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്തത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ ചിലപ്പോൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. എന്താണ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എന്നാണ്? നമുക്കറിയാം, ഒരു മെറ്റീരിയലിനെ കാന്തമാക്കണമെങ്കിൽ പുറമേന്ന് കൊടുക്കുന്ന ഫീൽഡിന്റെ പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. കാന്തികവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡ് എന്നാണ്.
എച്ച് എന്നാണ് അതിന്റെ സിമ്പൽ. മെറ്റീരിയലിൽ കിട്ടുന്ന ഫീൽഡിന്റെ പേരാണ് ബി, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നൊക്കെ പറയാം. ഞാൻ ഏറ്റവും പെട്ടെന്ന് കാന്തമാകുന്ന ഒരു സോഫ്റ്റ് അയൺ എടുത്തു. ഈ സോഫ്റ്റ് അയണിന്റെ പ്രത്യേകത, ഇതിലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റുകളൊക്കെ നന്നായിട്ട് ഉണ്ടായിരിക്കും, പക്ഷെ പല ഡയറക്ഷനിലാണ് ഓറിയന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത്തരം ഒരു പദാർത്ഥത്തെ എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ ഈ മെറ്റീരിയലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മെറ്റീരിയലിന്റെ ഉള്ളിലെ ഡൈപോൾ മൊമെന്റുകളെല്ലാം ഇങ്ങനെ അലൈൻ ചെയ്യും. അപ്പൊ അതൊരു കാന്തമായി മാറും. ഇപ്പൊ അതിന് നല്ല ഡൈപോൾ മൊമെന്റ് ഉണ്ട്, m ≠ 0 ആണ്. എന്നാൽ ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ കേസ് ആണെങ്കിൽ m ഏകദേശം = 0 ആണ്. കാന്തിക ശക്തി കാര്യമായിട്ടൊന്നുമില്ല, കാന്തിക ശക്തി ഇല്ല എന്ന് പറയാം. കാരണം ഡൈപോൾ മൊമെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ പല ഓറിയന്റേഷൻ ആണ് എന്നുള്ളത്. അപ്പൊ കാന്തമായി മാറുമ്പോ ആ പ്രോസസ്സിനെ നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ കൊടുത്ത എക്സ്റ്റേണൽ ഫീൽഡിന്റെ അതേ ദിശയിൽ ഓറിയന്റ് ചെയ്തില്ലേ? ഞാൻ ഈ പറയുന്ന എക്സ്റ്റേണൽ ഫീൽഡിനെ തിരിച്ചു കൊടുത്തു, ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഡൈപോൾ മൊമെന്റുകളെ എങ്ങനെ അലൈൻ ചെയ്യാം? അങ്ങോട്ട് അലൈൻ ചെയ്തിരുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് ഡൈപോൾ മൊമെന്റ് ഈ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യും. ഡൈപോൾ മൊമെന്റ് അലൈൻ ചെയ്യണമെങ്കിൽ മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് നടത്തണം കേട്ടോ, എങ്കിൽ മാത്രമേ ഡൈപോൾ മൊമെന്റുകൾ അലൈൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ കൊടുത്ത എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷൻ മാറിയപ്പോ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് മാറി. ഞാൻ വീണ്ടും ഇയാളെ പുറത്തേക്ക് തന്നെ കൊടുത്തു. അപ്പൊ ഇവരൊക്കെ അങ്ങോട്ട് അലൈൻ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ ഇതിലിരിക്കുന്ന മോളിക്യൂളുകൾക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവ തുടർച്ചയായി രണ്ട് ദിശയിലേക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡൈപോൾ മൊമെന്റ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ബുദ്ധിമുട്ട് ഏറിയ ഏർപ്പാടാണ്. കുറച്ച് കഴിഞ്ഞാൽ പദാർത്ഥം ചൂടാവും. ഇങ്ങനെ എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കാന്തമായി മാറുമ്പോൾ ഡൈപോൾ മൊമെന്റ് മാറിക്കൊണ്ടിരിക്കും. കാന്തികവൽക്കരണത്തിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചിനെയാണ് ഞാൻ വിളിക്കുന്നത് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എച്ച് അല്ലേ, ഉള്ളിലുണ്ടായ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബി അല്ലേ. അപ്പൊ എച്ചിന്റെ മാറ്റത്തിനനുസരിച്ച് ബിക്ക് ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. ഞാൻ ഇതൊന്ന് പഠന വിധേയമാക്കാൻ പോവാണ്. എച്ചിന്റെ പൊളാരിറ്റി ഇങ്ങനെ മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എച്ച് തന്നെ ആക്ച്വലി കറന്റ് ആണ് കേട്ടോ, NI ആണ്. അതിന്റെ അർത്ഥം ദിശ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കറന്റ് പുറമേ നിന്ന് കൊടുത്താൽ എന്നാണ് അർത്ഥം. ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ കറണ്ടിനെ നമ്മൾ സാധാരണ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കറണ്ടിന്റെ പേരെന്തായി? AC. അപ്പൊ ആൾട്ടർനേറ്റീവ് കറണ്ടിൽ ഒരു മെറ്റാലിക് പ്ലേറ്റ് വെച്ചാൽ, സോഫ്റ്റ് അയൺ വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ സംഭവമാണ് നടക്കാൻ പോണത്. അതിൻ്റെ ഉള്ളില് മോളിക്കുലർ റീഅറേഞ്ച്മെന്റ്സ് ഇങ്ങനെ ഡൈപോൾ മൊമെന്റ് കിട്ടാൻ വേണ്ടി മാറിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കൂ. ഒരു സ്ഥലത്ത് AC കൊടുക്കുക, അതിലൊരു പ്ലേറ്റ് വരിക, പ്ലേറ്റിലെ മോളിക്യൂളിന് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. ഉണ്ട്. ട്രാൻസ്ഫോമർ ആലോചിച്ച് നോക്കും നിങ്ങൾ. ട്രാൻസ്ഫോമർ വർക്ക് AC മാത്രം. അതിലൊരു പ്ലേറ്റ്, സോഫ്റ്റ് അയൺ പ്ലേറ്റ്, EI ഷേപ്പിലുള്ള സോഫ്റ്റ് അയൺ പ്ലേറ്റുകളാണ് വെച്ചിട്ടുള്ളത് എന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സോഫ്റ്റ് അയൺ പ്ലേറ്റിന്റെ സറൗണ്ടിങ്ങിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടിന്യൂസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം AC മാത്രമേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യൂ. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ പ്ലേറ്റിൽ ഈ പ്രോസസ്സ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുക എന്നല്ല അർത്ഥം. ആ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റെറിസിസ്. ടെക്നിക്കലി ഡെഫിനിഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും ബി ഫീൽഡ്, ബിക്ക് എച്ചിനനുസരിച്ച് എന്ത് മാറ്റം വരുന്നു എന്നതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. ഞാൻ ഇവ തമ്മിൽ പഠന വിധേയമാക്കാൻ വേണ്ടി എച്ച് എന്ന് പറയുന്ന ഫീൽഡിനെ എക്സ് ആക്സിസിലും ബി എന്ന് പറയുന്ന ഫീൽഡിനെ വൈ ആക്സിലും എടുത്തൊരു ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന ഇതാണ്. ആദ്യം എച്ച് ഫീൽഡ് ഞാൻ 0-ൽ നിന്ന് അങ്ങ് വർദ്ധിപ്പിച്ചു. ഇപ്പൊ മെറ്റീരിയലുകളെ ഡൈപോൾ മൊമെന്റുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അലൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ മെറ്റീരിയലിന് കാന്തിക ശക്തി കിട്ടി തുടങ്ങും. ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം. വരച്ച് കുറച്ച് കഴിഞ്ഞ് എല്ലാ ആളുകളും അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമത്തിലെത്തും. എല്ലാവരും ഒരേ ഡയറക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എച്ച് കൂട്ടിയാൽ നിങ്ങൾക്ക് വല്ല കാര്യത്തിലും ബി വർദ്ധിക്കുമോ? ഇല്ല, സാച്ചുറേഷനായി. അപ്പൊ പിന്നെ നിങ്ങൾ ഗ്രാഫ് വർദ്ധിപ്പിച്ച് പീക്കിലെത്തും. പിന്നെ എച്ച് കൂട്ടിയാൽ നിങ്ങൾക്ക് കാര്യമായ ബിക്ക് വർധനയൊന്നുമില്ല. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഫ്ലാറ്റ് ആവും. അപ്പൊ ഇനി വർദ്ധിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എല്ലാ ഡൈപോൾ മൊമെന്റുകളും ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ആരും അലൈൻ ചെയ്യില്ല. അപ്പൊ എച്ച് കൂട്ടിയിട്ട് എക്സ്റ്റേണൽ ഫീൽഡ് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല.
അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ട് അങ്ങോട്ട് കൊടുത്ത ഫീൽഡിനെ ഞാൻ മെല്ലെ മെല്ലെ സീറോയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ എക്സ്റ്റേണൽ ഉള്ള കമാൻഡ് പോയി തുടങ്ങി. എക്സ്റ്റേണൽ കമാൻഡ് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് അലൈൻ ചെയ്തിരുന്ന ആളുകൾ നിർബന്ധപൂർവ്വം നിൽക്കുക. അവരുടെ അലൈൻമെന്റ് മെല്ലെ മെല്ലെ പഴയതിലേക്ക് തിരിച്ചു വരും, പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്ന കാന്തിക ശക്തി, കിട്ടിയ കാന്തിക ശക്തി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം when you decrease H field, ഇങ്ങോട്ട് പുറകിലേക്ക് വന്നാൽ അതിനനുസരിച്ച് ബിയുടെ വില കുറയും. നോക്കൂ, ഇതേ ഗ്രാഫിലൂടെ കുറയണം എന്ന് ആഗ്രഹിച്ച് നമുക്ക് കിട്ടുന്നത് കുറച്ച് കയറിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ഷേപ്പാണ്. എന്ന് വെച്ചാൽ എച്ചിനെ നിങ്ങൾ സീറോയിലേക്ക് കൊണ്ടുവന്നാൽ മുന്നോട്ട് പോയ അതേപോലെ അയാൾ തിരിച്ച് സീറോയിലേക്ക് എത്തില്ല. എച്ച് കുറച്ച് ഇവിടെ എത്തിയിരിക്കുക. ഇവിടെ എച്ചിന്റെ വില 0 ആണ്, കാരണം ഈ എക്സിൽ ഇവിടെ എച്ചിന്റെ വില 0 ആണ്. എച്ച് ഫീൽഡ് 0 ആക്കിയപ്പോൾ പോലും, പുറമേത്തെ ഫീൽഡിനെ കൊടുത്തില്ല എന്ന അവസ്ഥ വന്നപ്പോൾ പോലും, ഒരു ദിശയിൽ കാന്തമായി മാറാൻ പറഞ്ഞ ആൾക്ക് കിട്ടിയ കമാൻഡ് ഒഴിവാക്കിയപ്പോൾ പോലും അയാൾ കിട്ടിയ കാന്തിക ശക്തി മുഴുവൻ നഷ്ടപ്പെടുത്തില്ല. അത് പദാർത്ഥങ്ങളുടെ സ്വഭാവമാണ്. കിട്ടിയതിനെ മുഴുവൻ അപ്പത്തങ്ങോട്ട് കളയില്ല. എക്സ്റ്റേണൽ ഫീൽഡ് 0 ആയപ്പോഴും മെറ്റീരിയലിന്റെ ഉള്ളിൽ കുറച്ച് ഫീൽഡ് ബാക്കി വന്നു. ഇതിനെ പേര് കൊടുത്ത് വിളിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പൊസിഷൻ എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് 2 എന്ന് വിളിക്കാം. ഈ പോയിന്റ്. അപ്പൊ 2 എന്ന് പറയുന്ന പൊസിഷനിൽ മെറ്റീരിയലിന്റെ ഉള്ളിൽ കുറച്ച് കാന്തിക ശക്തി നിലനിൽക്കുന്നുണ്ട്. എപ്പോഴാണത്? എച്ച് ഫീൽഡ് 0 ആക്കിയപ്പോൾ പോലും. അങ്ങനെ മെറ്റീരിയലിന്റെ ഉള്ളിൽ ബാക്കി നിൽക്കുന്ന ബി ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് റീറ്റെയിൻ ചെയ്യുന്നത്, റീടെന്റിവിറ്റി. ചിത്രത്തിൽ അത് 1 മുതൽ 2 വരെയുള്ള, 1 മുതലല്ല 0 മുതൽ 2 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ഇത്ര വില അതിന് വരും ബിക്ക്. വാട്ട് ഈസ് റീടെന്റിവിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? എക്സ്റ്റേണൽ ഫീൽഡിനെ 0 ആക്കിയപ്പോൾ മെറ്റീരിയലിന്റെ ഉള്ളിൽ ബാക്കി വന്ന മാഗ്നറ്റിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് റീടെന്റിവിറ്റി. ഓക്കെയോ? ഇപ്പൊ എച്ചിനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി സീറോയിലേക്ക് തിരിച്ചെത്തിച്ചു. ഇപ്പൊ ഈ പറയുന്ന ബീനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാണ്ടാക്കണ്ടേ? ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓറിയന്റേഷൻ പഴയ രീതിയിൽ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഈ എച്ച് ഫീൽഡിനെ ഇനി നെഗറ്റീവിലേക്ക്, ഇവിടെ നെഗറ്റീവിലേക്ക് കൂട്ടാൻ പോകുന്നു. അപ്പൊ തിരിച്ചു വരാൻ മടിയുള്ള ആളുകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങും. അതിന്റെ അർത്ഥം ആ ഫീൽഡ്, ബി ഫീൽഡ് മെല്ലെ മെല്ലെ കുറഞ്ഞ് ഒരു പ്രത്യേക എച്ച് വാല്യൂ എത്തുമ്പോ അത് സീറോയിലേക്ക് തിരിച്ചെത്തും. അപ്പൊ കയ്യിൽ ബാക്കി വന്ന മാഗ്നറ്റിക് ഫീൽഡിനെ മുഴുവനായി ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണ്ടി വന്നു? പുറമേ നിന്ന് കൊടുത്ത ഫീൽഡിനെ നെഗറ്റീവ് ദിശയിൽ കുറച്ചു നേരം കൊടുക്കേണ്ടി വന്നു. അപ്പോഴേ ബാക്കിയുള്ള ആളുകളുടെ നേരത്തെ മോഡിൽ നിന്ന് മാറി തിരിച്ചു പോകുന്നുള്ളൂ. ഇപ്പൊ പഴയ അവസ്ഥയിൽ തിരിച്ചെത്തി. അപ്പോഴും നിങ്ങൾ എച്ച് നെഗറ്റീവിലേക്ക് വർദ്ധിപ്പിക്കുക. അപ്പൊ ഈ തിരിച്ചു വന്ന ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ? തിരിച്ചു വന്ന ആളുകൾ ഈ മെറ്റീരിയലിന്റെ ഉള്ളിൽ ഇങ്ങനെ അലൈൻ ചെയ്യും. അങ്ങോട്ട് അലൈൻ ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് അലൈൻ ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാഗ്നറ്റൈസേഷൻ നടന്ന ഡയറക്ഷൻ മാറില്ലേ, കാന്തിക ശക്തി കൂടല്ലേ? ഏത് ഡയറക്ഷനില്? നേരത്തെ നടന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ ഞാൻ വീണ്ടും എച്ചിനെ നെഗറ്റീവിൽ കൂട്ടിയാൽ ബി ഫീൽഡ് കുറഞ്ഞ് സീറോയിലെത്തും. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവിൽ കൂടും. എല്ലാവരും ഇതുപോലെ വന്ന പിന്നെ നിങ്ങൾ ബി കൂട്ടിയിട്ട് എച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. സാച്ചുറേഷൻ ആയി ഇതേ സ്റ്റെപ്പ് ഫ്ലാറ്റ് ആയി ഇവിടെ വെച്ച് നിർത്തുക. ഇതാണ് നെഗറ്റീവ് എച്ചിന്റെ മാക്സിമം കൊടുത്തത്. കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാന്തായി മാറി. ഇതൊന്നും ചെയ്യാനില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാന്തായി. വീണ്ടും ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ നെഗറ്റീവ് എച്ചിൽ നിന്ന് സീറോയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ പറഞ്ഞ പ്രോസസ് ഒക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറയാൻ പോവാണ്. പുറമേത്തെ ഫീൽഡിനെ വീണ്ടും കുറച്ചാൽ, എച്ച് ഫീൽഡ് കുറച്ചാൽ ബി ഫീൽഡ് കുറയും. ഇതേപോലെ അങ്ങോട്ട് എത്തുന്നതിന് പകരം ഇത് സീറോയിലേക്ക് എച്ചിനെ കൊണ്ടുവരും. ഇപ്പൊ എച്ച് 0 ആണ്. പക്ഷെ അപ്പോഴും മെറ്റീരിയലിന്റെ ഉള്ളിൽ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ബാക്കി നിൽക്കും. ആ ബാക്കി നിൽക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ ആയിരിക്കുന്നതാണ്. ഓറിയന്റേഷൻ മുഴുവനായിട്ട് ഇപ്പൊ വീണ്ടും പോയിട്ടില്ല. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഇവരെ പഴയ മോഡ് മാറി കഴിഞ്ഞിരിക്കണം. ആ മോഡിൽ നിന്ന് പഴയലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇപ്പൊ കൊടുത്തിരിക്കുന്നു, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വീണ്ടും ഫീൽഡ് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ഫീൽഡിനെ വീണ്ടും പോസിറ്റീവിലേക്ക് കൂട്ടും. വീണ്ടും പോസിറ്റീവിലേക്ക് കൂട്ടുന്ന തന്നെ എച്ച് വീണ്ടും ഇങ്ങോട്ട് കൂട്ടാണ്. അതിനനുസരിച്ച് എച്ച് കൂടുന്നതനുസരിച്ച് ഇയാളെ ഫീൽഡ് കുറഞ്ഞ് ബി ഫീൽഡ് സീറോയിലെത്തും. കുറെ നേരം കൂടി കൊടുത്താൽ ഈ അലൈൻ ചെയ്ത ആളുകളൊക്കെ ഇതേപോലെ വീണ്ടും പഴയതിലേക്ക് തിരിച്ചെത്തും, ഈ പൊസിഷനിലെത്തും.
അപ്പൊ ഒരു മെറ്റീരിയലിനെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന എക്സ്റ്റേണൽ ഫീൽഡിൽ കൊടുത്താൽ അത് രണ്ട് ഡയറക്ഷനിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മാഗ്നറ്റൈസേഷൻ. എപ്പോഴും കാണുന്നത് എച്ച് വളരെ പെട്ടെന്ന് സീറോയിലേക്ക് തിരിച്ചെത്തും, പക്ഷെ ബി പതുക്കെ സീറോയിലേക്ക് തിരിച്ചെത്തും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ലാഗിങ് സംഭവിക്കുന്നുണ്ട്. ആരുടെ പുറകിലാ ലാഗിങ് തന്നെ പുറകിൽ വരിക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആരുടെ പുറകിലാണ് വരുന്നത്? എച്ച് ഫീൽഡിന്റെ പുറകിലേ ബി ഫീൽഡ് വരുന്നുള്ളൂ. This lagging of magnetic induction field or magnetic field behind the magnetizing field is known as magnetic hysteresis. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട മറുപടി ഇതാണ്. What is magnetic hysteresis? ബി ഫീൽഡ് എച്ച് ഫീൽഡിന്റെ പുറകിലെ മാഗ്നറ്റൈസേഷനിൽ വരൂ. ഈ പുറകിൽ വരുന്ന വരവിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്. The lagging of B field behind H field is known as magnetic hysteresis. അതിന്റെ ഭാഗമായി ഒരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ലൂപ്പാണ് കിട്ടുക, ക്ലോസ്ഡ് പാത്ത് എന്നർത്ഥം. ആ പാതയെ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്. രണ്ടാമത്തെ പോയിന്റായി. What is hysteresis loop? The graph obtained during the magnetic hysteresis of a ferromagnetic material is known as hysteresis loop. നോക്കൂ, ഹിസ്റ്റെറിസിസ് ലൂപ്പിൽ എച്ച് പൂജ്യമാക്കിയപ്പോൾ മെറ്റീരിയലിന്റെ കാന്തിക ശക്തി മുഴുവൻ പോയിരുന്നില്ല, കുറച്ചു ബാക്കി വന്നു. അതിനെ വിളിക്കുന്ന പേരെന്ത്? റീടെന്റിവിറ്റി. The magnetic field remaining inside a material even if the H field is zero. എങ്ങനെയെങ്കിൽ ആ റീടെന്റിവിറ്റി ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? നെഗറ്റീവ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറച്ചും കൂടെ എച്ച് കൊടുക്കേണ്ടി വന്നു. ഇത്രയും ഭാഗത്ത് നമുക്കതിനെ 3 എന്ന് വിളിക്കാം, 0. അങ്ങനെ ബാക്കി നിന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒഴിവാക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്ത മാഗ്നറ്റൈസിംഗ് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് കൊയേഴ്സിവിറ്റി അല്ലെങ്കിൽ കൊറിസിവിറ്റി. ചിത്രത്തിൽ അത് 0.3 എന്ന് പറയുന്ന നമ്പറിൽ കാണാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടിയ ഈ ലൂപ്പിന്റെ ഉള്ളിലെ ഏരിയ നടന്നാൽ ഈ ഏരിയക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്ന പ്രോസസ് നടന്നാൽ മോളിക്യൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ എനർജി വേണം. കുറച്ച് കഴിഞ്ഞാൽ ഈ റീഅറേഞ്ചിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ് അയൺ എന്ന് പറയുന്ന അയൺ പ്ലേറ്റ് ചൂടാവാൻ തുടങ്ങും. ഹിസ്റ്റെറിസിസ് നടന്നാൽ ഏത് ഹീറ്റ് ആയാലും എനർജി ലോസ് ആണ്. അപ്പൊ ഹിസ്റ്റെറിസിന്റെ ഫലമായി പദാർത്ഥങ്ങളിൽ ഹീറ്റ് എനർജിയുടെ രൂപത്തിൽ എനർജി നഷ്ടമുണ്ടാകും. ആ എനർജി നഷ്ടത്തെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് ലോസ്. ഹിസ്റ്റെറിസിന്റെ അടുത്ത പോയിന്റ്, വാട്ട് ഈസ് ഹിസ്റ്റെറിസിസ് ലോസ്? The energy loss during hysteresis is known as hysteresis loss. ഈ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ ഉള്ളിലെ ഏരിയ അളന്നു നോക്കിയാൽ ഹിസ്റ്റെറിസിസ് ലോസ് ഏകദേശം എത്രയെന്ന് പറയാം. So area inside the hysteresis loop is a measure of hysteresis loss. If area is high, energy loss is also high. If area is small, energy loss is also small. ഈ ഗ്രാഫ് ഭയങ്കര പ്രാധാന്യമുള്ള ആളാണ്. ഗ്രാഫിന്റെ ഉള്ളിലെ ഏരിയ കൂടിയാൽ ഊർജ്ജ നഷ്ടം കൂടുതലാണ്, ഏരിയ കുറഞ്ഞാൽ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഹീറ്റായി നഷ്ടപ്പെടുന്ന എനർജിയുടെ അളവ് കുറവാണ് എന്നും പറയാൻ സാധിക്കും. മനസ്സിലായ ടേമുകൾ ഏതൊക്കെയാ? മാഗ്നറ്റിക് ഹിസ്റ്റെറിസിസ്, ഹിസ്റ്റെറിസിസ് ലൂപ്പ്, ഹിസ്റ്റെറിസിസ് ലോസ്. ഹിസ്റ്റെറിസിസ് ലോസും കർവിന്റെ ഏരിയയും തമ്മിലുള്ള ബന്ധം റീടെന്റിവിറ്റി ആൻഡ് കൊറിസിവിറ്റി ഓർ കൊയേഴ്സിവിറ്റി. All these are the important terms in magnetic hysteresis. Okay, ഒരു നോൺ ഫോക്കസ് ഏരിയ ടോപ്പിക് കൂടിയാണ്. എങ്കിലും പരീക്ഷയ്ക്ക് മുൻപ് പഠിച്ചിരിക്കും. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റുകളെ കുറിച്ചാണ്. നമുക്ക് മാഗ്നറ്റുകളെ തന്നെ നിങ്ങൾക്ക് സ്ഥിരകാന്തങ്ങളെന്നും വൈദ്യുതകാന്തങ്ങളെന്നും തരംതിരിക്കാം. എന്താണ് സ്ഥിരകാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരു മെറ്റീരിയലിനെ നിങ്ങൾ കാന്തമാക്കി മാറ്റിയാൽ കിട്ടിയ കാന്തിക ശക്തി കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്ന പദാർത്ഥത്തിന്റെ പേരാണ് പെർമനന്റ് മാഗ്നറ്റ്. സ്റ്റീലാണ് അതിന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത്തരം പദാർത്ഥങ്ങളെ സംബന്ധിച്ച് അതിന്റെ റീടെന്റിവിറ്റി വളരെ കൂടുതലാണ്. റീടെന്റിവിറ്റി കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൊയേഴ്സിവിറ്റിയും കൂടും. അത്തരം പദാർത്ഥങ്ങൾക്ക് ഹിസ്റ്റെറിസിസ് ലോസ് വളരെ കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം
ഏരിയ അണ്ടർ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് ആൾസോ ഹൈ. വലിയ ഏരിയ ആയിരിക്കും ഈ പറയുന്ന പദാർത്ഥത്തിന്റെ ഉള്ളിൽ വരിക, ചെറുതല്ല അതിന്റെ ഉള്ളിൽ വരുന്ന ഏരിയ, വലിയ ഏരിയ ആയിരിക്കും. വലിയ ഏരിയ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും, എനർജി നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. നന്നായിട്ട് ചൂടായി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് കാന്തത്തിന്റെ അലൈൻമെന്റ് വന്നിട്ട് എന്നാണ് അർത്ഥം. അപ്പൊ തിരിച്ചു പോരണമെങ്കിൽ അത്ര എളുപ്പമായിട്ട് നടക്കൂല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അലൈൻമെന്റ് നടന്നതെങ്കിൽ വളരെ കഷ്ടപ്പാടുണ്ട് തിരിച്ചു വരാനും. അതാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഹിസ്റ്ററിസിസ് ലോസ് കൂടും, ഹിസ്റ്ററിസിസ് ലൂപ്പ് കൂടും, കോയേഴ്സിവിറ്റി കൂടും, റിട്ടൻറ്റിവിറ്റിയും കൂടും. ഇത് മാത്രമല്ല ടെമ്പറേച്ചർ ചേഞ്ചിനെ നന്നായി താങ്ങും ഇയാൾ. ഇത്തരം പദാർത്ഥങ്ങൾ ഈ പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ആളുകളാണ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ നല്ലത്. ടെമ്പറേച്ചർ ചേഞ്ചിനെ താങ്ങിയിട്ടില്ലെങ്കിൽ കുഴപ്പം എന്താ? ചൂടാക്കി കഴിഞ്ഞാൽ കാന്തികശക്തി നഷ്ടപ്പെടും. അപ്പൊ പിന്നെ നല്ല കാന്താന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ടെമ്പറേച്ചർ ചേഞ്ചിനെ താങ്ങാൻ പറ്റുന്ന, കോയേഴ്സിവിറ്റി കൂടുതലുള്ള, റിട്ടൻറ്റിവിറ്റി കൂടുതലുള്ള, ഹിസ്റ്ററിസിസ് ലോസ് കൂടുതലുള്ള, ഏരിയ ഇൻസൈഡ് ദ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് ആൾസോ ഹൈ തുടങ്ങിയ കണ്ടീഷൻസ് വരുന്ന പദാർത്ഥങ്ങൾ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും സൂട്ടാണ്. സ്റ്റീൽ എന്ന് പറയുന്ന എലിമെന്റ് കോമ്പിനേഷൻ ആണ്. എലിമെന്റ് നിങ്ങൾക്ക്, സ്റ്റീൽ എന്ന് പറയുന്ന പദാർത്ഥം നിങ്ങൾക്ക് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും സ്യൂട്ടാണ്. കാരണം സ്റ്റീലിന് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ വളരെ കൂടുതലാണ്. വേറൊരു ടൈപ്പ് ആയിട്ടുള്ളത് നമ്മൾ പറയാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ്. എന്താ ഇലക്ട്രോ മാഗ്നറ്റുകളുടെ പ്രത്യേകത? വൈദ്യുതി ഒഴുകുമ്പോൾ മാത്രം കാന്തായ മാറി വരും, പിന്നെ കാന്തത്തിന്റെ ആവശ്യമില്ല. Material becomes magnet when only current is passing through it. Electromagnet, ട്രാൻസ്ഫോമറിന്റെ പ്ലേറ്റ് ഒക്കെ ഇലക്ട്രോമാഗ്നറ്റിൽ പെടും. വൈദ്യുതി ഒഴുകി അപ്പ കാന്തം, വൈദ്യുതി ഒഴുകുന്നില്ലെങ്കിൽ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പൊ ആവശ്യാനുസരണം കാന്താക്കി മാറ്റാം. ഇത്തരം പദാർത്ഥങ്ങളുടെ പ്രത്യേകത റിട്ടൻറ്റിവിറ്റി കുറവാകും. കൂടുതലും കുഴപ്പമൊന്നുമില്ല, കുറവായിരിക്കും. കോയേഴ്സിവിറ്റി കുറവായിരിക്കും. ഹിസ്റ്ററിസിസ് ലൂപ്പിന്റെ ഉള്ളിൽ ഏരിയ കുറവായിരിക്കും. ഹിസ്റ്ററിസിസ് ലോസ് കുറവായിരിക്കും. നല്ല മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആയിരിക്കും പദാർത്ഥം, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും എക്സ്റ്റേണൽ ഫീൽഡിനോട്. ഈ പ്രോപ്പർട്ടികൾ ഉള്ള ഒരാളാണെങ്കിൽ വൈദ്യുതകാന്തം ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. ഏറ്റവും നന്നായിട്ട് അതനുസരിക്കുന്ന ആളാണ് സോഫ്റ്റ് അയൺ. സോ സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് electromagnet. That means based on magnetic properties you can select materials for manufacturing permanent magnet and electromagnet. Okay, these are the non-focus area topics of this chapter, magnetism and matter. എല്ലാ ചാപ്റ്ററിലും നോൺ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ ഉണ്ടാവും. ഒന്നോ രണ്ടോ ഒക്കെ തന്നെ ഉള്ളൂ ആ ടോപ്പിക്കുകൾ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഓഫ്ലൈൻ എടുത്തതിൽ ഒരു ഭാഗവും ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ എന്നില്ലാതെ മുഴുവനായിട്ട് എടുത്തു പോയിട്ടുള്ളതാണ്. ഏതെങ്കിലും ചാപ്റ്ററിൽ ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പരീക്ഷയ്ക്ക് മുൻപുള്ള വീഡിയോകളിലൂടെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടായി. എന്തായാലും ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്ററുകളുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ 3 ചാപ്റ്ററുകളുടെ മാർച്ച് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. നിർബന്ധമായിട്ടും നിങ്ങളത് പഠിച്ചോളൂ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. വരാത്തവർക്കും അത് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തുള്ള കാര്യങ്ങളാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ പ്രോബ്ലംസ് മാർച്ചിൽ എക്സാമിന് പബ്ലിക് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും ആ വീഡിയോയിൽ ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ 2 ചാപ്റ്ററിന്റെയും പ്രോബ്ലംസ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഇന്നത്തെ ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾ വീഡിയോസ് കാണണം. അതിന് 26-ാം തീയതി വരുന്ന ഫിസിക്സ് പരീക്ഷ സമയം നമുക്കുണ്ട്. വളരെ കുറച്ച് പ്രോബ്ലംസേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്തു പോകുന്നത്. അത് തന്നെ പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ച് പ്രോബ്ലംസും കൂടി നോക്കാം. ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് പ്രധാനം എന്ന് പറയുന്നത് ഭൂമിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഡിക്ലിനേഷൻ തുടങ്ങിയ പോയിന്റുകളിൽ നിന്നാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നതും പാരാമീറ്റേഴ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്സ്, ഡിക്ലിനേഷൻ, ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്ന കോർ പോയിന്റ് ആണ്. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലേക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നോക്കാം, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറയാം. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് എളുപ്പമുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഡിക്ലിനേഷൻ, ഇൻക്ലിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഡിക്ലിനേഷനില് ഭൂമിയുടെ 2 ആക്സിസുകൾ, ജിയോഗ്രാഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസിന്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിക്ലിനേഷൻ എന്ന് വിളിച്ചത്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ
ഡിപ്പ് ആംഗിൾ എന്ന് കൂടി അതിനെ വിളിക്കാറുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരാളാണ്. ഭൂമി ഒരു സ്ഫിയർ ആയിട്ട് എടുത്താൽ അതിന്റെ ജിയോഗ്രഫിക്കൽ കോഴ്സ് രേഖപ്പെടുത്തിയാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ? അപ്പൊ ഭൂമിയുടെ മാഗ്നറ്റ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് എന്ന് വിചാരിക്കാം. യഥാർത്ഥത്തിൽ ഭൂമിയുടെ മാഗ്നറ്റിന്റെ സൗത്ത് എന്താ പറയാ, ഈ സ്ഥലത്ത് വരുന്ന സൗത്താണ്. സൗത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ നോർത്ത് തൂക്കിയുള്ളത്. പക്ഷെ നമ്മൾ തൂക്കിയിട്ട കാലത്തിന്റെ നോർത്താണ് അവിടെ ചെന്ന് പോയി നിൽക്കുന്നത്. അപ്പൊ ഭൂമിയുടെ ആകെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയുള്ള ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാം. അപ്പൊ ഫീൽഡ് ലൈൻ നോക്കൂ, ഈ എൻഡിൽ സർഫസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. അതേസമയം ഈ സ്ഥലത്തേക്ക് വിളിക്കുക ഇക്വിറ്റോറിയൽ ലൈനാണ്. ഇവിടെ ഇങ്ങനെ ഫീൽഡ് ലൈൻ കടന്നു പോകാം. ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്തോ 0ക്ക് 90ക്ക് ഇടയ്ക്കുള്ള ആംഗിളാണ്. ഇങ്ങനെ ഭൂമിയുടെ ആകെ ഫീൽഡ് സർഫസുമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആംഗിളിനെയാണ് ഡിപ്പ് ആംഗിൾ ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് റെപ്രസെന്റ് ചെയ്യ തീറ്റ എന്നല്ല അത് കൊടുക്കാറുള്ളത്. ഒന്നുകിൽ ഡെൽറ്റ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കാറുണ്ട്. അത് ഇവിടെ 0 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രിയാണ്. അല്ലേ? അപ്പൊ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടല്, വെർട്ടിക്കല്, അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ 90, ഇവിടെ പാരലൽ, ഇതിന്റെ ഇടയ്ക്ക് 0ക്ക് 90ക്ക് ഇടയ്ക്ക്. അത് ആക്സിസ് പ്രകാരം വരച്ചാൽ ഈ വരച്ചിരിക്കുന്നത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഈ ആക്സിസ് സർഫസിലൂടെ പോകുന്ന ആക്സിസ് ആണെന്ന് വിചാരിച്ചാൽ സർഫസുമായി ഭൂമിയുടെ ഫീൽഡ് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഐ അല്ലെങ്കിൽ ഡെൽറ്റയെ വിളിക്കുന്ന പേരാണ് ഡിപ്പ് ആംഗിൾ. അത് ഈ സ്ഥലത്ത് എത്തിയാൽ 90 ഡിഗ്രിയാണ്. അപ്പൊ അത് ഇങ്ങനെ വെക്കണം സർഫസുമായി. ഈ സ്ഥലത്ത് എത്തിയാൽ അതുണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രിയാണ്. അപ്പൊ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് സർഫസിലൂടെ പാരലായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ വരച്ചത്. ഇതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്തോ 0ക്ക് 90ക്ക് ഇടയ്ക്കുള്ള ഒരു ആംഗിളിൽ നിൽക്കും. ഇങ്ങനെ നിന്നാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ഹൊറിസോണ്ടലിലേക്കുള്ളത് എന്ന അർത്ഥത്തിൽ ഒരു കഷ്ണാക്കി മാറ്റും. വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞ അർത്ഥത്തിൽ വേറൊരു കഷ്ണാക്കി മാറ്റാറുണ്ട്. കാരണം ഒരു വെക്ടറിനെ രണ്ടായിട്ട് മുറിക്കാൻ നമുക്കറിയാം. ഹൊറിസോണ്ടലിലേക്കുള്ള ഭാഗത്തിന് BH എന്ന് വിളിക്കാം. BH ബിയുടെ ഈ ഭാഗത്തേക്കുള്ള കഷ്ണമാണ്. അപ്പൊ അത് കോസ് ഡെൽറ്റ എന്നോ കോസ് ഐ എന്നോ കൊടുക്കാം. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായി? B സൈൻ ഡെൽറ്റ. ഇതാണ് പ്രോബ്ലത്തേക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ BH² പ്ലസ് BV² കണ്ടാൽ കോസ് സ്ക്വയർ ഡെൽറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഡെൽറ്റ 1, ബാക്കി എന്തേ കിട്ടുള്ളൂ? B². അപ്പൊ ഭൂമിയുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സ്ക്വയർ ചെയ്ത് കൂട്ടിയാൽ മതി. അതിനുശേഷം B കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് BH² പ്ലസ് BV² കണ്ടാൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ കിട്ടിയ ഉത്തരത്തിന്റെ റൂട്ട് കണ്ടാൽ ഭൂമിയുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇനി ഇതിനിതായിട്ട് അരിച്ചാലോ B vertical divided by B horizontal is equal to B sin delta by B cos delta എന്നാ കിട്ടുക. B get cancel. Sin by cos എന്താണ്? tan delta ആണ്. That means tan delta equal to B divided by BH. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കണ്ടെത്തി അടുത്ത കണ്ടെത്താനൊക്കെ ഈസിയാണ്. ഈ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വേണ്ടതാണ്. ഓക്കെ. അത് മാത്രമല്ല ഒരു പോയിന്റ് കൂടി ഞാൻ പറയുന്നു. ഭൂമിയെ ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് വിചാരിച്ചാൽ അതിന്റെ ഈ ഭാഗത്തേക്കുള്ള ലൈനിനെ വിളിക്കുക ഇക്വിറ്റോറിയൽ ലൈൻ എന്നാണ്. ഒരു ബാർ മാഗ്നറ്റ് ഇക്വിറ്റോറിയൽ ലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0/4πm divided by r³ ആണ്. r എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയുള്ള അകലം. അത് ഭൂമിയുടെ റേഡിയസ് നീക്കല. ഇത് എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചാലേ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡില് ഈ ഇക്വിറ്റോറിയലിന്റെ ഇക്വേഷൻ ഉണ്ട്. 1/4πε0 p/r³. അതിനെ കമ്പയർ ചെയ്തെടുത്തുള്ളതാ ഇത്. കമ്പാരിസണിൽ പറഞ്ഞിട്ടുണ്ട്. ആക്സിയലാണെങ്കിൽ ഇവിടെ 2p, അപ്പോൾ അവിടെ 2m വരും. ഞാൻ പറഞ്ഞത് പ്രോബ്ലം വരുമ്പോ ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ വരാറുണ്ട്. ഓക്കെല്ലോ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഒന്ന് നോക്കാം. എന്താണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന പ്രോബ്ലത്തിന്റെ പ്രത്യേകത? ഒരു പ്രോബ്ലം ഇതാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നിങ്ങൾ വീഡിയോ റീപ്ലേ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. അല്ലാതെ ഒരുപാട് വലിപ്പത്തിലൊന്നും ബോർഡിൽ എഴുതാൻ സമയമില്ല.
The horizontal and vertical component of Earth's magnetic field are ഭൂമിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞ രണ്ട് ഫീൽഡുകൾ തന്നിട്ടുണ്ട്. റെസ്പെക്റ്റീവ്ലി അറ്റ് എ പ്ലേസ് വില പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ഡിപ്പ് ആൻഡ് റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് ഫീൽഡ് അറ്റ് ദാറ്റ് പ്ലേസ്. ആ സ്ഥലത്തെ ഡിപ്പ് ആംഗിൾ കാണുക, ഭൂമിയുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തി കൊടുക്കണം. ഇതാണ് ഒരു മാർച്ച് പബ്ലിക് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ എന്ന് പറഞ്ഞിട്ട് രണ്ട് വിലകൾ തന്നിരിക്കുക റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ബി എച്ച് ഈക്വൽ ടു 0.22 into 10⁻⁻⁴ ടെസ്ല എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് ടെസ്ലയാണ്. രണ്ടാമത്തെ ആള് തന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ആവും 0.38 into 10⁻⁴ ടെസ്ല എന്നാണ്. രണ്ട് കമ്പോണന്റുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡെൽറ്റ അല്ലെങ്കിൽ ഐ എന്ന സിംബൽ നിങ്ങൾ പറഞ്ഞ ആള് എന്ത്, ഭൂമിയുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് എന്നാണ് ചോദ്യം. കണ്ടൂടെ? നമുക്ക് ഡെൽറ്റ കണ്ടെത്താൻ വല്ല ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾ പഠിച്ച ഇക്വേഷനിലുണ്ട് tan ഡെൽറ്റ ഈക്വൽ ടു ബി വെർട്ടിക്കൽ ഡിവൈഡഡ് ബൈ ബി ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട് കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു എന്തായി? tan ഇൻവേഴ്സ്, ഇവിടെ നിന്നുള്ള അപ്പുറത്തേക്ക് വന്നാൽ ഇൻവേഴ്സ് ആയി. ബി വി വെർട്ടിക്കൽ എത്രയാ? 0.38 into 10⁻⁻⁴ divided by BH 0.22 into 10⁻⁴. 10⁻⁴ അപ്പം തന്നെ കിട്ടി. tan ഇൻവേഴ്സ് 0.38 divided by 0.22 കണ്ടിട്ട് സയന്റിഫിക് കാൽക്കുലേറ്റർ ഇൻവേഴ്സ് tan എന്ന് കൊടുത്തു നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതാണോ നോക്കുക. ഇതിൽ കിട്ടിയിരിക്കുന്ന ആൻസർ കൊടുത്തിരിക്കുന്നത് ഡെൽറ്റ ഈക്വൽ ടു 59 degree 56 minutes. ഇതാണ് ഡെൽറ്റയുടെ ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. ഇതൊന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്? ഭൂമിയുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും കയ്യിലിരിക്കുകയാണ്. അപ്പൊ ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് BH square 0.22 into 10⁻⁻⁴ whole square plus 0.38 into 10⁻⁻�4 whole square. കാൽക്കുലേറ്റർ ഇത് ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കണോ? അത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.438 into 10⁻⁴ ടെസ്ല. ഓക്കെ, ഇതിൽ നിന്ന് 10ന്റെ പവർ -4ന്റെ സ്ക്വയർ -8 വരും. ഇവിടെയും -8 ഉണ്ട്, കോമൺ ആണ്. ബാക്കി ഇതിന്റെ സ്ക്വയർ കണ്ട് ഇതിന്റെ സ്ക്വയർ കണ്ട് രണ്ടും കൂടി കൂട്ടുക ഇൻറ്റു 10⁻⁻8 വരും. 10⁻⁻8ന്റെ റൂട്ട് കാണുന്ന നേർ പകുതി പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ 10⁻⁻⁴ പുറത്തേക്ക് ആയി. ബാക്കി ഡിജിറ്റിന്റെ ഉള്ളിൽ ഈ രണ്ടെണ്ണം കൂട്ടിയതിന്റെ റൂട്ട് കണ്ടാൽ 0.438 കിട്ടി. ഓക്കെ, ദിസ് ഈസ് പ്രോബ്ലം നമ്പർ 1. ഓക്കെ, ഞാൻ അടുത്ത പ്രോബ്ലം കൂടി വായിക്കാം. വേറൊരു പ്രോബ്ലം വന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഡിപ്പ്? Angle of dip at a place where horizontal component of Earth's magnetic field is 1/√3 times vertical component. What is the angle of dip? ചോദ്യം തന്നെ ആദ്യം ആണ്. ഡിപ്പ് ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുക. Where the horizontal component of Earth's magnetic field is, അവിടെയുള്ള ഭൂമിയുടെ horizontal component 1/√3 times the vertical component ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് 1/√3 ടൈംസ് ആണെങ്കിൽ എത്രയാണ് ഡിപ്പ് ആംഗിൾ വരുന്നത്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങൾ വെച്ചുകൊണ്ട് തുടങ്ങാം. ഒരു സ്ഥലത്തെ ഡിപ്പ് ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡെൽറ്റയ്ക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഹൊറിസോണ്ടൽ കമ്പോണന്റ് പറഞ്ഞിരിക്കുന്നു 1/√3 ടൈംസ് ബി വെർട്ടിക്കൽ. ഈ ബി വെർട്ടിക്കൽ പറയേണ്ട ആവശ്യമില്ല, അതിൽ ഉണ്ട് താണിപ്പോ. ആണെങ്കിൽ ഡിപ്പ് ആംഗിൾ എത്രയാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഡിപ്പ് ആംഗിൾ കണ്ടെത്തുള്ള ഇക്വേഷൻ വീണ്ടും tan ഡെൽറ്റ ഈക്വൽ ടു ബി വെർട്ടിക്കൽ ബൈ ബി ഹൊറിസോണ്ടൽ. ദാറ്റ് ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് ബി വെർട്ടിക്കൽ
എത്ര നമുക്കറിയില്ല, ബി വെർട്ടിക്കൽ എന്ന് കിട്ടും ഡിവൈഡ് ബൈ ബി എച്ച് എത്രയെന്ന് അറിയാം, 1/√3 ടൈംസ് ബി വെർട്ടിക്കൽ. ബി വെർട്ടിക്കൽ ഗെറ്റ് ക്യാൻസൽ, √3 മേലേക്ക് വന്നു. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് √3 ഡെൽറ്റ വില വരുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു √3 വില വരുന്നത് എത്രയാ, 60 ഡിഗ്രിക്കാ. ദാറ്റ് മീൻസ് ഡെൽറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. ഇപ്പൊ രണ്ടാമത്തെ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിപ്പാങ്കിളുമലാണ് പിടിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. If the horizontal and vertical component of Earth's magnetic fields are equal at a place, find the angle of dip. മൂന്നാമത്തെ ഒരു പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആംഗിൾ ഓഫ് ഡിപ്പ് കാണാനാണ്. ഒരു സ്ഥലത്തെ ദ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണന്റുകളും സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ ആ സ്ഥലത്തെ ഡിപ്പ് ആംഗിൾ എത്ര? ഇപ്പൊ വീണ്ടും ഡിപ്പ് ആംഗിൾ എത്രയാണ് ചോദിക്കുന്നത്. പ്രത്യേകത, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ കമ്പോണന്റ്. ഡിപ്പ് ആംഗിൾ ചോദിച്ച ഇക്വേഷൻ തന്നെ, tan ഡെൽറ്റ ഈക്വൽ ടു ബി വി ബൈ ബി എച്ച്. രണ്ടും ഈക്വൽ ആണെങ്കിൽ 1 ആയി. അപ്പൊ ഡെൽറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് 1. എപ്പോഴാണ് tan തീറ്റ 1 വരുന്നത്? when ഡെൽറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. അത് ഈസി ആയിട്ട് ഡിപ്പ് ആംഗിൾ കിട്ടി. when dip angle is 45 degree, horizontal and vertical components are equal. വേറെ ക്വസ്റ്റ്യൻ കേട്ടോളാം. The Earth's magnetic field at the equator is approximately 0.4 Gauss. ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് ഇട്ടാ. പക്ഷെ നമുക്ക് പറഞ്ഞ യൂണിറ്റ് ശ്രദ്ധിച്ചോ, 0.4 Gauss ആണ്. Estimate the Earth's dipole moment and estimate the Earth's dipole moment. ഭൂമിയുടെ ഡൈപോൾ മൊമെന്റ് എത്രയാണ് കണ്ടെത്തി കൊടുക്കുക. റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6.4 into 10⁶ മീറ്റർ. ഭൂമിയുടെ റേഡിയസ് 6.4 into 10⁶6 മീറ്റർ ആണെങ്കിൽ നമ്മളുടെ ഡിപ്പും മറ്റതുമായിട്ടൊന്നും നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നില്ല അല്ലെ. ചോദ്യം ഒന്നും കൂടെ കേട്ടോളൂ. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇക്വേറ്റർ. ഇക്വേറ്റർ അപ്പൊ ഭൂമി ഇങ്ങനെ പിടിച്ചാൽ, ഇതിന്റെ കാന്തം ഇങ്ങനെ പിടിച്ചാൽ ഈ സ്ഥലത്തുള്ള ഫീൽഡ് ഹൊറിസോണ്ടൽ, ഭൂമിയുടെ ഇക്വറ്റോറിയൽ റീജിയനിൽ വരുന്ന ഫീൽഡിന്റെ വില 0.4 Gauss ആണ്. 0.4 Gauss. ഒരു ഗോസ് എന്ന് പറഞ്ഞ 10⁻⁻4 ടെസ്ലയാണ്. അതുകൊണ്ട് ഇതിനെ ടെസ്ലയിലേക്ക് മാറ്റണം. into 10⁻⁻4 ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അടുത്ത് പറയുന്നത് എസ്റ്റിമേറ്റ് ദ എർത്ത് ഡൈപോൾ മൊമെന്റ്. ഭൂമിയുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ m എന്ന് പറയുന്ന സാധനം കണ്ടെത്തി കൊടുക്കാം. ഭൂമിയുടെ റേഡിയസ് 6.4 into 10⁻⁶ മീറ്റർ ആണ്. നമുക്ക് വലിയ പരിചയമൊന്നുമില്ല ടേംസ് കാണുമ്പോൾ ഡിപ്പുമായിട്ട്. പക്ഷെ നേരത്തെ പറഞ്ഞിരുന്നു, ഭൂമി ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് പിടിച്ചാൽ ഈ സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുക ഇക്വിറ്റോറിയൽ റീജിയൻ എന്നാണ്. ഇങ്ങനെ ലൈൻ പിടിച്ചതിന് ആക്സിയൽ എന്നാണ് വിളിക്കേണ്ടത്. അപ്പൊ ഇക്വിറ്റോറിയൽ റീജിയനിലെ ഫീൽഡ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇക്വിറ്റോറിയൽ റീജിയനിലെ ഫീൽഡ് കണ്ടെത്താൻ ഇക്വേഷൻ ആണ് μ0/4πm ഡിവൈഡഡ് ബൈ r3. സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ എന്നുള്ള വിഷയം അത് റേഡിയസ് ആണ്. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് താമസിച്ചിരിക്കും, നമുക്ക് എന്ത് കൊടുക്കാം, ക്യാപിറ്റൽ. ഇതിൽ എം എത്രയാണെന്നാണ് ചോദിക്കുന്നത്, ബാക്കിയൊക്കെ തന്നിട്ടുണ്ടെന്നേ. സോ ഐ ക്യാൻ റൈറ്റ് ബി. ബി ഈസ് ഈക്വൽ ടു 0.4 into 10⁻⁻4 ഈക്വൽ ടു μ0ന്റെ വില 4π into 10⁻⁷ ഡിവൈഡ് ബൈ 4π into m ഡിവൈഡ് ബൈ r3. 6.4 into 10⁻⁶ whole cube. 4π ഗെറ്റ് ക്യാൻസൽ. m കിട്ടണമെങ്കിൽ എന്താ, m is equal to 0.4 into 10⁻⁻4 divided by 10⁻⁷ into 6.4 cube into 10⁻18. ആ ക്യൂബ് എടുത്താണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിയുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടും. ഡൈപോൾ മൊമെന്റ് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.05 into 10⁻23 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇതൊരു വേറെ ടൈപ്പ് പ്രോബ്ലം ആണ്. ഓക്കെ, ചെയ്ത് നോക്കുക. ചെയ്തിട്ട് സ്വയം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രോബ്ലം വരുന്ന എപ്പോഴും ഭൂമിയുടെ ഡിപ്പ് ആംഗിളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. ദ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് ദ മാഗ്നറ്റിക് പോൾസ് ഓഫ് എർത്ത് ഈസ് മൾട്ടിപ്പിൾ ആണ്. മാഗ്നറ്റിക് പോൾസിൽ
എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ഇതാണ് കോളം, ഇത് ഇക്വേറ്റർ ആണ്. ഈ സ്ഥലത്ത് ഡെൽറ്റയുടെ വില എത്രയാണ്? ഡെൽറ്റയുടെ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ഈ സ്ഥലത്ത്, ഇൻക്ലിനേഷൻ ആംഗിൾ വരുന്ന ഈ സ്ഥലത്ത് 90 ഡിഗ്രിയാണ്. കാരണം കുത്തനെയാണ് ഫീൽഡ് ലൈൻ പോണത്. ഇവിടെ ഇങ്ങനെ കടന്നു പോകണം. അതുകൊണ്ട് ഡെൽറ്റ എന്ന് പറയുന്നത് 0 ഇക്വിറ്റോറിയൽ റീജിയനിൽ 0യും പോളാർ റീജിയനിലെ ഡിപ്പ് ആംഗിളിന്റെ വില 90 ഡിഗ്രിയുമാണ്. മറക്കണ്ട. ഈ ചാപ്റ്ററിലെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആകെ ഒറ്റ ടൈപ്പ് പ്രോബ്ലം ഇതിൽ സ്ഥിരം ചോദിക്കാറുള്ളൂ, ഇത് ഡിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മാറി വന്നിട്ടുണ്ട്, അത് ഇക്വിറ്റോറിയൽ ഫീൽഡ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നന്നായി ചാപ്റ്റർ നോക്കുക. പ്രോബ്ലംസ് വേറെ ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മറുപടി അതിന് ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.